ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളും അതിൻ്റെ കൂടെ ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയാൽ അടിയിലൊന്നും പിടിക്കാതെ നമുക്ക് പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. രാവിലെ കുട്ടികൾ സ്കൂളിൽ വിട്ടതിന് ശേഷമാണ് ഞാൻ വിചാരിച്ച് ഇന്നൊരു നെയ്യപ്പം ഉണ്ടാക്കിയാലോ. അപ്പോൾ കുട്ടികൾക്ക് അത്ര വലിയ ഇഷ്ടമല്ല എങ്കിലും ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതിനായിട്ട് ഇതാ 2 കപ്പ് പച്ചരി ഞാനിവിടെ കുതിർത്തി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ രാവിലെ തന്നെ കുതിർത്തി വെച്ചതാണ്. പിന്നെ ഇതാ ചോറും കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു തിരക്കിലായി. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ പണി തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ പണി ആദ്യം ഇതാണ് കേട്ടോ, കത്തിക്കൊന്ന് മൂർച്ച കൂട്ടുന്നത്. അത് ആ ഒരു കല്ലിൻ്റെ അടിയിൽ തുണി വെച്ചില്ലെങ്കിലല്ലേ അതിങ്ങനെ നീങ്ങി പോകുന്നു. അതുകൊണ്ട് ഞാനൊരു തുണി വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ നിൽക്കും. പിന്നെ കത്തി കൊണ്ട് ഒന്ന് കട്ട് ചെയ്ത് നോക്കിയാൽ നല്ല രീതിയിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാ കട്ടിങ്ങൊക്കെ നമ്മൾ രാവിലെ തന്നെ ഒന്ന് തീർക്കുകയാണ്. ചോറിന് വേണ്ട കറികളെല്ലാം എന്നിട്ട് ഞാനിവിടെ ഇപ്പോൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അത് ആ മുളക് പുളിയൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു കറി ഉണ്ടല്ലോ, അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ആ ഒരു കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അത് നല്ല ടേസ്റ്റല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെണ്ടയ്ക്കലൊന്ന് ചെറുതായി കട്ട് ചെയ്ത്, അതാകുമ്പോൾ അത്ര ചെറുതാക്കണം എന്നില്ലല്ലോ, കുറച്ച് വലുതായാലും പ്രശ്നമില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാം കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഇതാ സാലഡ് ഉണ്ടാക്കുന്നുണ്ട്. അധികവും ഞാൻ സാലഡ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താറുണ്ട് കേട്ടോ. എന്നും ഇല്ലെങ്കിലും കഴിയുന്നതും സാലഡൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് സാലഡ് കഴിച്ചാലല്ലേ നമ്മൾ അധികം കഴിച്ചാലും ഓവറായിട്ട് കഴിക്കാൻ തോന്നില്ല, അങ്ങനെയാണ്. അപ്പോൾ അധികം തടിയെല്ലാം ഉണ്ടവർ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. പിന്നെ ഇത് തലേദിവസത്തെ ബിരിയാണിയാണ്. ഈ ഒരു ബിരിയാണീൻ്റെ റെസിപ്പി ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ. ബാക്കിയുള്ള ബിരിയാണി പിന്നെ പിറ്റേ ദിവസത്തേക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യേ. അപ്പോൾ ഇതാ നമ്മുടെ വെണ്ടയ്ക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ലാസ്റ്റ് ഞാനിതാ ഒരു ചെറിയ പീസ് ശർക്കരയും കൂടി ഇടുന്നുണ്ട്. ഈ ശർക്കരയും കൂടി ഇടുമ്പോഴല്ലേ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഇതുപോലെ ചെയ്തില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. ഇതുപോലെ ഈ പുളിയുള്ള സാധനത്തിന് ശർക്കര ഇടുമ്പോൾ അതൊരു വേറെ ടേസ്റ്റാണ്. അപ്പോൾ ഇതാ നമ്മുടെ കറികളെല്ലാം റെഡിയായി. ഇനി ചോറ് കഴിച്ചിട്ടാണ് ബാക്കിയുള്ള പണി. അപ്പോൾ ഇതാ നമ്മുടെ നെയ്യപ്പം ഉണ്ടാക്കാനില്ലേ, ഞാനിതിവിടെ 1 കപ്പ് ശർക്കരയാണ് എടുത്തത്. അതിലേക്ക് 1 കപ്പ് തന്നെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിനൊന്ന് ജസ്റ്റ് ഒന്ന് അലിഞ്ഞ് കിട്ടിയാൽ മതി, ഒന്നും കട്ടിയാവേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ റെഡി ആയതിന് ശേഷം ഫ്ലെയിം ഓഫാക്കുക. അത് നല്ല ചൂടാറിയതിന് ശേഷമാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ശർക്കര അരിച്ചിട്ട് നമ്മൾക്കിത് മാറ്റി വെക്കാം. ഇനി നമ്മൾ പച്ചരി 2 കപ്പ് പച്ചരിയാണ് നല്ല ഊറ്റിയെടുത്തൊരു, അതിന് വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അങ്ങനെ റെഡിയാക്കിയ ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇടുന്നില്ല, പകുതിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഏലക്ക ഇട്ട് കൊടുക്കുക. അപ്പോൾ 3 ഏലക്ക എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് സീഡ് മാത്രമായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾക്ക് ചോറാണ് ആവശ്യം. 3/4 കപ്പ് ചോറാണ് നമുക്ക് വേണ്ടത്. അതിൽ നിന്ന് പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാം പകുതിയാണ് ഞാൻ ഇതിലേക്ക് ഇടുന്നത്. ഇനി ഞാനിതിലേക്ക് ഇടുന്നത് കുറച്ച് ജീരകമാണ്. 1/2 ടീസ്പൂൺ ജീരകം ഇട്ടിട്ടുണ്ട്. പിന്നെ തേങ്ങ എടുത്തിട്ടുണ്ട്. നമ്മൾക്ക് വേണ്ടത് 1/2 കപ്പ് തേങ്ങയാണ്. അതിൽ നിന്ന് പകുതി ഞാനിതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അരിച്ച് വെച്ച ശർക്കര വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതും പകുതി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ ഇത് നല്ല ഫൈനായിട്ട് അരക്കണമെന്നില്ല, ചെറിയൊരു തരിയൊക്കെ ഉണ്ടാവും. അങ്ങനെയാണ് നമുക്ക് വേണ്ടത്. അപ്പോഴാണ് നമ്മളെ നെയ്യപ്പം നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുന്നത്. പിന്നെ ബാക്കിയുള്ള അരിയും ശർക്കരയും ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻറ്റും ഇതിലേക്കിട്ട് ഒന്നുകൂടെ അരച്ചെടുക്കാം. അപ്പോൾ ബാക്കിയുള്ള അരിയും കൂടി അരച്ചിട്ട് ഇതേ പാത്രത്തിൽ ഒഴിച്ച് നമുക്കെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത് കുറച്ച് കട്ടിയിലാണെന്നുള്ളത്, ഇത്രയും കട്ടീൻ്റെ ആവശ്യമില്ല. നമ്മൾക്ക് ഇഡ്ഡലി മാവിനേക്കാളും കുറച്ചൊന്ന് ലൂസിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. എല്ലാം ഒന്നിച്ച് ഒഴിക്കാതെ കുറേശ്ശെ ഒരു സ്പൂൺ വഴിയായിട്ട് ഒഴിച്ചാലായിരിക്കും കറക്റ്റ് അത് റെഡി ആയിട്ടുണ്ടാവുക. അപ്പോൾ ഇത്രയും ലൂസിലാണ് ഉള്ളത്.
ഈ ഒരു ലൂസിലാണ് നമുക്ക് വേണ്ടതും. പിന്നെ ഇനി ഞാനിതിലേക്ക് കുറച്ചൊരു തേങ്ങാക്കൊത്തും കൂടി ചേർക്കുന്നുണ്ട്. ഇത് നമുക്ക് നിർബന്ധമില്ലതല്ല, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ വളരെ കുറച്ച് മാത്രമാണ് ഇട്ടിട്ടുള്ളത്. അതും കൂടി അത് ഈ ഒരു കളറാകുമ്പോൾ അത് കോരിയെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വറുത്ത് വെച്ച തേങ്ങാക്കൊത്തും പിന്നെ കുറച്ച് എള്ളും കൂടി ഇടുന്നുണ്ട്. കറുത്ത എള്ളാണ് കേട്ടോ ഇതിന് നല്ലത്. അപ്പോൾ അതും കൂടി ഇട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വെക്കണം. അപ്പോൾ അരമണിക്കൂറിന് ശേഷമാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. നമ്മുടെ നെയ്യപ്പം ചുടുന്നത് ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാനിലാണ് കേട്ടോ, നമ്മുടെ അപ്പച്ചട്ടിയിലാണ് ചുടുന്നത്. അപ്പോൾ ഇതിൽ ചുടുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും, അത് അടിയിൽ പിടിക്കുന്നുള്ള ഒരു പേടിയും വേണ്ട. അപ്പോൾ അത് നല്ല ചൂടായ എണ്ണയിലേക്ക് ഞാൻ ഒരു കയ്യിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല, മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വേണ്ടത്. പിന്നെ അതാ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് എണ്ണ ഇങ്ങനെ കോരി ഒഴിച്ചാലുണ്ടല്ലോ, അതൊന്ന് പൊട്ടി ഇങ്ങനെ ഒലിച്ച് വരുന്ന പോലെ ഉണ്ടെങ്കിൽ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യണമെന്നില്ല, പക്ഷെ അങ്ങനെ ആ ഒലിഞ്ഞ് വരുമ്പോൾ നമ്മുടെ ഒരു അപ്പത്തിന് ഒരു ഷേപ്പ് ഉണ്ടാവില്ല. അപ്പോൾ അതിങ്ങനെ ഞാനിപ്പോൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ളത് കാണിച്ചു തരുന്നതാണ്. അത് ഒലിഞ്ഞ് വരുമ്പോൾ ഞാനിതിങ്ങനെ ചെയ്യുമ്പോൾ അത് അങ്ങനെ അവിടെ വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുക. ഒരു ഭാഗം വെന്തതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ടിട്ടും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് പണ്ട് മുതലേ ഉണ്ടാക്കുന്ന ഒരപ്പം നെയ്യപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് തന്നെയാണ്. ശർക്കര കൂടി അരച്ച് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ നെയ്യപ്പം ഇവിടെ റെഡിയായി. അപ്പോൾ ഒന്നും കൂടി കാണിച്ചു തരാം. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ എണ്ണേൻ്റെ ഇതൊന്ന് നോക്കണം, ഒരുപാട് ഫ്ലെയിം കൂട്ടി നല്ല ചൂടാവാൻ പാടില്ല, ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിത് വെക്കേണ്ടത്. അപ്പോൾ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് മുകളിലോട്ടും കൂടി ഇതുപോലെ തട്ടിക്കൊടുത്താൽ ആ മുകളിലെ ഭാഗമൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റും നല്ല ഈസിയിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പമാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഞാൻ എൻ്റെ ഉമ്മാൻ്റെ അടുത്തു നിന്നാണ് പഠിച്ചത്. ഉമ്മാൻ്റെ നെയ്യപ്പം, ഉണ്ണിയപ്പം അതൊക്കെ നല്ല ടേസ്റ്റാണ്. ഉണ്ണിയപ്പമാണ് അടിപൊളി. ഉണ്ണിയപ്പം പഞ്ചസാരയൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഉണ്ണിയപ്പം, നല്ല സോഫ്റ്റായിട്ട് സ്പോഞ്ച് പോലെ ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പമാണ്. അത് ഞാൻ ഇൻഷാ അല്ലാ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതാ ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല നാരെല്ലാം ഇട്ടിട്ടുള്ള അങ്ങനെയാണുണ്ടത്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ പുതിയതായി വന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബൈ.